അത് അയാള് സമയം തെറ്റി മരിച്ചു പോയതുകൊണ്ട് അടിപൊളി താറാവ് കറി, അടിപൊളി മീൻകറിയും ഉണ്ട്. ഇല്ല, ഏത് റെഡ്? നമ്മുടെ നോർത്തേൺ ട്രെയിൻ എന്ന് പറഞ്ഞിട്ട് ഒരു ട്രെയിൻ ഉണ്ട്, അതായത് മൊത്തം ലൈറ്റ് ഒക്കെ ഇട്ടിട്ട് നമുക്ക് ഇതിലെ എപ്പോഴും സർവീസ് ഉണ്ടാവും. അപ്പൊ അടിപൊളി ഒരു ഊണ് സെറ്റ് ആക്കിയിട്ടുണ്ട്. ചേച്ചി എന്ത് കാണിക്കാൻ പോയതുകൊണ്ട് അച്ഛന് മുഖത്ത് വരയ്ക്കാൻ പോകുന്നു. വായിട ഇതുകൊണ്ട് എന്താ ചെയ്യാറ്? ഞാൻ ജിജു, എല്ലാവർക്കും ട്രാവൽ കോഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോ എവിടെയാണല്ലേ? നമ്മളിപ്പോ ചേട്ടനും ചേച്ചിയുടെ വീട്ടില്. അതെ, നമ്മള് ഇന്നലെ ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടി വന്നാണ്. ന്യൂ ഇയർ ആഘോഷിക്കാൻ വന്ന് ഞങ്ങൾ ഇവിടെ തന്നെ കിടന്നുറങ്ങി അല്ലേ? ഇന്നലത്തെ ഇവിടുത്തെ ഉറക്കമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു അല്ലേ? അപ്പം ഇപ്പൊ സമയം പിറ്റേ ദിവസം വൈകുന്നേരം 5 മണിയായി. 5 മണി 6 മണിയായി. എന്നെ എടുക്കുവായിരുന്നു ഇത്ര നേരം? ഞാനൊന്നും എടുക്കുവായിരുന്നു. പിന്നെ അവര് കൊറേ എന്തൊക്കെ എടുക്കുവായിരുന്നു. അവര് കൊറേ സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ഈ സമയം കൊണ്ട് വീട്ടിൽ പോയിരിക്കായിരുന്നു. ചെറിയ കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു. അപ്പൊ അവരാണെങ്കിൽ തിരിച്ചു വന്നപ്പോ ഇവിടെ അടിപൊളി എന്തൊക്കെയാ ചേച്ചി ഉണ്ടാക്കിയേക്കണ സ്പെഷ്യല്? താറാവ് കറി, മോര് കറി, മീൻ കറി, ക്യാബേജ്, ക്യാരറ്റ് തോരൻ. എന്റെ അമ്മേ, ഞങ്ങളുടെ ഒരു മത്തി വറുത്തത്. മത്തി. ഞങ്ങളൊരു ന്യൂ ഇയർ പ്രമാണിച്ച് ഇവർക്ക് നല്ല പണിയായി അല്ലേ? ഇവിടെ എന്തുവാ? അതെ, ഇവിടെ ആണെങ്കിൽ അടിപൊളി താറാവ് കറി, നമ്മുടെ കുട്ടനാട്ടിലേക്ക് പോലത്തെ തന്നെ കളറും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇതാരുടെ ചേച്ചിയാണോ ചേട്ടനാണോ ഉണ്ടാക്കിയ? ചേട്ടനാ. പിന്നെ ഇവിടെ മോര് കറി ഉണ്ട്. കടുക് അതിന് കടുക് താളിച്ചോണ്ടിരിക്കുന്നു മോരിലേക്ക് ഇടാൻ വേണ്ടി. അടിപൊളി മീൻകറിയും ഉണ്ട്. അടിപൊളി മീൻ. ഇതാരേച്ചി ഉണ്ടാക്കിയ? മീൻകറി ചേച്ചിയാ? ഓ അടിപൊളി. കളറൊക്കെ കണ്ടോ തിളങ്ങണ്. അനുവിന് വായിൽ വെള്ളം വരണം തോന്നുന്നു. പിന്നെ മത്തി വറുത്താണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ. ഇത് ഫ്രോസൺ വാങ്ങിയതാ? ഫ്രോസൺ വാങ്ങിയതാണ്. ഇല്ല, നമ്മള് മോർസൺസിൽ പോയപ്പോ അവിടെ ഇത് ഇരിപ്പുണ്ടായിരുന്നു. ഫ്രോസൺ അല്ല? ഓ, ഇവിടെ വാങ്ങിയിട്ടില്ലേ മോർസൺസിൽ? നമ്മളെ ഫ്രോസൺ അല്ല ആണോ? ഞാൻ ഓർക്കുന്നില്ല. ഓ, കൊള്ളാലോ, അടിപൊളി. ഞാനിവിടെ ഫ്രോസൺ ഞാൻ ഓർക്കുന്നില്ല. അത് ഫ്രോസൺ ഇവിടെ ഇഷ്ടം പോലെ കിട്ടും. അടിപൊളി ചാള, അടിപൊളി. ചേട്ടൻ എന്തേ? അടിപൊളിയാണല്ലോ താറാറി. ഡ്രസ്സൊക്കെ മാറി വന്നു ചേട്ടൻ. വീഡിയോ എടുക്കണ കണ്ടപ്പോ ചേട്ടൻ പോയി ഡ്രസ്സൊക്കെ മാറി. ഇന്നപ്പോ നമ്മുടെ പരിപാടി എന്താട്ടോ? ഇന്ന് ചേട്ടൻ പോയത് ജെന്റിൽമാൻ ഒക്കെ മേടിച്ചോണ്ട് വന്നു. അപ്പൊ അടിപൊളി ഒരു ഊണ് സെറ്റ് ആക്കിയിട്ടുണ്ട് ചേച്ചിയും ചേട്ടനും കൂടെ. അനുവേ, നീ കഴിയാറായല്ലേടി? അനുവേ, ആണ് അനുവിന്റെ ഫുഡ്. താറാവൊക്കെ അതേപോലെ ഇരിക്കണം. താറാവാണ് കോഴിയുടെ കാല് പോലെ താറാവിന്റെ കാല്. അപ്പൊ അനു അത് കഴിച്ചോണ്ടിരിക്കുകയാണ്. ഇതെന്താണിത്? ചേട്ടാ, ഇന്നലത്തെ ന്യൂ ഇയറിന്റെ വീഡിയോ കാണിക്കട്ടെ. ഹാപ്പി ന്യൂ ഇയർ. പിന്നെ നാളെ രാവിലെ ഇല്ല, വൈകുന്നേരം ഉണ്ട്. എങ്ങനെയുണ്ട് ചേച്ചി വീഡിയോ? സെറ്റ്. അയ്യോ, ചിരിച്ചു ഞാൻ. ചിരിച്ചു. സൂപ്പർ. 15 മിനിറ്റുള്ള ഞാൻ വിചാരിച്ചു ഒരുപാട് സമയം വീഡിയോ കണ്ട പോലെ തോന്നി. നല്ല കോമഡി ക്യാരക്ടേഴ്സ് ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോ കണ്ടിട്ടില്ലേ? കാണാൻ നല്ല അടിപൊളിയാണ്. നമ്മുടെ ന്യൂ ഇയർ നമ്മൾ നല്ല രീതിയിൽ അടിച്ചു പൊളിച്ച്. അപ്പം അടിപൊളിയായിരുന്നു. അപ്പൊ കാണാൻ നിങ്ങൾ മിസ്സാവരുത്, കാണുക. അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടെ രാത്രി ആയപ്പോ നമ്മള് നടക്കാൻ വേണ്ടി ഇറങ്ങിയേക്കാം. എന്തിനാ നമ്മൾ ശരിക്കും പുറത്തു പോണേ? ബ്രെഡ് വാങ്ങാൻ. നാളെ രാവിലത്തേക്ക് നമുക്ക് ബ്രെഡ് കഴിക്കാൻ വേണ്ടിട്ട് ബ്രെഡൊക്കെ വാങ്ങണം. അപ്പൊ അതിനൊക്കെ ആയിട്ട് ഞങ്ങൾ ഇതേ ചുമ്മാ നടക്കാൻ രാത്രിയിൽ ഇറങ്ങിയേക്കല്ലേ അനുമോൾ? നമ്മള് ബ്രെഡ് വാങ്ങാൻ ഇറങ്ങിയതാണല്ലോ. അതെ, നമ്മള് നടക്കാന്ന് വെച്ചു. നമ്മള് ബീച്ച് സൈഡിലൂടെയാ പോവാൻ പോകുന്നത്. ചേട്ടാ, ഇപ്പൊ മറ്റേ ആ നോർത്തേൺ ട്രെയിൻ ഇല്ലേ, ലൈറ്റ് ഒക്കെ ഉള്ള? കഴിഞ്ഞ ദിവസം ഞാൻ ഒരാളെ സ്റ്റാറ്റസ് ഇട്ട് കണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ആരുടെയോ സ്റ്റാറ്റസിൽ കണ്ടായിരുന്നു. കഴിഞ്ഞ ഇയർ ഇവിടെ ആണെങ്കിൽ നമ്മുടെ നോർത്തേൺ ട്രെയിൻ എന്ന് പറഞ്ഞിട്ട് ഒരു ട്രെയിൻ ഉണ്ട്, അതായത് മൊത്തം ലൈറ്റ് ഒക്കെ ഇട്ടിട്ട് നമുക്ക് ഇതിലെ എപ്പോഴും സർവീസ് ഉണ്ട്. അത് നമുക്ക് കാണാൻ പറ്റും. അത് ഭയങ്കര രസമാണ്. ഇപ്പൊ നമ്മള് റെയിൽവേ ട്രാക്ക് ക്രോസ് ചെയ്തിട്ട് നമ്മൾ പോകുന്നത്. ഇപ്പൊ ഇത് സ്റ്റേഷനാണ്, ഇവിടുത്തെ പെയിന്റ് സ്റ്റേഷനാണ്. അത് സ്റ്റീം ട്രെയിനാ അല്ലേ? പുകയൊക്കെ വരും. അത് മറ്റേ കൽക്കരി ഇല്ലേ, അതൊക്കെ ഇട്ടിട്ട് അത് വർക്ക് ചെയ്യിക്കുന്നത്. നമ്മളാണെങ്കിൽ ഇപ്പൊ ടെസ്കോയിലേക്ക് വന്നു. ടെസ്കോയിൽ വന്നിട്ട് ബാക്കി കട എല്ലാം ക്ലോസ്ഡ് ആണ്. ഇവിടെ കടകളൊന്നും ഇല്ല, ടെസ്കോ മാത്രമേ ഉള്ളൂ.
ഇതെന്തോടി റെഡ് ലിപ്സ്റ്റിക് എന്ത് കാണിക്കാൻ പോയതുകൊണ്ട് അച്ഛന് മുഖത്ത് വരയ്ക്കാൻ പോകുന്നു വായിട അല്ല പിന്നെ ഇതുകൊണ്ട് എന്താ ചെയ്യാറ് ഇതുകൊണ്ട് സാധാ ആൾക്കാർ എന്താ ചെയ്യാറ് അത് തന്നെ ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചു. അത് ആൾക്കാരെന്താ ചെയ്യുന്നത്? തലയിൽ വരയ്ക്കും. പറഞ്ഞ കറക്റ്റ്. ഇതെന്തുവാ? നട്ട്സാ? പീനട്ട്. ഇതിനെത്ര ഉണ്ട്? 290 ഫ്ലിപ്കാർട്ട് ഉണ്ടെങ്കിൽ 150 അല്ലേ? ഡൊറിറ്റോസ് ഉണ്ട്. ഡൊറിറ്റോസിനൊക്കെ ഇവിടെ ഓഫർ ഉണ്ട്. ഇത് അടിപൊളി സാധനം ഡൊറിറ്റോസ്. ചേച്ചി എന്താ കൺഫ്യൂഷൻ ആയോ ഏതെടുക്കുന്നു? പോക്കിമോൺ. നമുക്ക് ഇനിയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ബ്രെഡും താറാവും കൂടി അടിക്കാം. സെറ്റ്. ഇപ്പൊ സമയം രാത്രി ഇതേ 8:30 പോണ്. സ്ട്രീറ്റിലൊന്നും ഒരു പട്ടിക്കുഞ്ഞു പോലും ഇല്ല. ആകെയുള്ള പട്ടിക്കുഞ്ഞുങ്ങൾ ഞങ്ങളാ. ഈ തണുപ്പൊക്കെ ആയി കഴിഞ്ഞാൽ ഇങ്ങനെ മൊത്തം ഒരു 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് എല്ലാരും കിടന്നുറങ്ങും. സമ്മറിലുണ്ടാവും. സമ്മറിൽ കുഴപ്പമില്ല, നല്ല ആൾക്കും ബഹളമൊക്കെ ആയിട്ട് അടിപൊളി 10 മണി വരെയൊക്കെ എല്ലാവരും ഉണ്ടാവും അല്ലേ? ഈ തണുപ്പത്ത് ആർക്കാണ് തലയ്ക്ക് ഓളം എവിടെ വന്നിട്ട് കോച്ച് പിടിക്കും പണ്ടാരം. പിന്നെ നമ്മുടെ നാട്ടിലെ പോലത്തെ ഒരു ആൾക്കാരൊക്കെ കൂടി നിന്ന ഒരു കമ്പനികളുടെ സെറ്റപ്പും കാര്യങ്ങളൊന്നും ഇവിടെ ആർക്കും ഇല്ലല്ലോ. കാണുമ്പോ ഹായ് ഹോയ് നൈസ് ടു മീറ്റ് കൂളിംഗ് ഗ്ലാസ് വെച്ചേക്കുന്ന തലയോട്ടി. അത് ഫ്രീക്കായ ആള് മരിച്ചു പോയി കഴിയുമ്പോ ഇങ്ങനെ ഞാൻ പറയട്ടെ, ഡിജെക്ക് പോയിട്ട് അവിടെ വെച്ച് മരിച്ചു പോയപ്പോഴേക്കും അയാളുടെ അസ്ഥി കൂടെ ഗിൽറ്റൊക്കെ നിറഞ്ഞിരിക്കുന്നുണ്ടോ? അത് അയാള് സമയം തെറ്റി മരിച്ചു പോയതുകൊണ്ട് അയാൾക്ക് സമയം ഇതൊക്കെ എവിടുന്ന് പറഞ്ഞു നിന്റെ? അയാൾ അയാൾ ആരെയോ കൊല്ലാൻ വേണ്ടി ശ്രമിക്കാൻ വേണ്ടി പോയപ്പോഴാണ് അയാൾ ഷോക്കടിച്ച് മരിച്ചു പോയത്. അതുകൊണ്ട് അയാൾ കത്തി വായി വെച്ചിരുന്നു. എന്റെ ഉള്ളിലെ കലാകാരി പുറത്തു വന്നത്. ചേച്ചി എന്താ ഇവിടെ സ്റ്റക്കായി പോയാ? കളിക്കാൻ പോണോ? ഇത് അങ്ങോട്ട് പോകാനായിട്ട്, ഇത് നേരെ പോകാനായിട്ട്. അതെല്ലാവർക്കും കാണുമ്പോ മനസ്സിലാകാത്തവർക്ക് വേണ്ടി പറഞ്ഞതാ. ഓ ചേട്ടൻ അത് ബോൾ അവിടെ തക്കി നിർത്തി ചേച്ചി അടിച്ച്. എന്ത് വായിച്ചത്? ഞാനോർത്ത് വലിയ എന്തോ ഡയലോഗ് ഇറക്കാൻ വേണ്ടിട്ടായിരുന്നു. പക്ഷെ സീറോയില് കിടക്കുന്ന ഹീറോ. അങ്ങനെ നമ്മള് നമ്മുടെ നടത്തവും ഷോപ്പിങ്ങും അല്ലേ? ഷോപ്പിങ്ങും കഴിഞ്ഞ് നമ്മളിതേ തിരിച്ച് വീട്ടിലേക്ക് എത്തി. ഞങ്ങളാണെങ്കിൽ ഇവിടെ ഒരു ടേബിൾ ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്യാൻ പോവാണ്. മറ്റേ പൂള് നല്ല ഇടുന്നതാണ്. പൂൾ ഗെയിം അല്ലേ? പൂൾ ഗെയിം. വടിയുമായി പടക്കളത്തിൽ. ജസ്റ്റ് മിസ്. ചേട്ടാ ഈ റെഡ് അടിച്ച് വീഴ്ത്താൻ പറ്റുമോ? പ്രോ. ഓ ജസ്റ്റ് മിസ്. ഓ പ്രോ. ഏതാ വീഴ്ത്തുന്നത്? ഞാൻ യെല്ലോയും വീഴിക്കും ബ്ലാക്കും വീഴിക്കും. എന്റെ അമ്മ രണ്ടെണ്ണം ഒക്കെ കാണിച്ച. കറക്റ്റ്. ഇത് വീഴുന്ന കണ്ടിട്ടുണ്ടോ? അത് വീഴുന്ന കാണണം. വെള്ളയും വീണ് മൈനസ് വെക്ക്. ഞങ്ങളുടെ പൊട്ടക്കളിയൊക്കെ കേട്ടോ ഇങ്ങനെ ഒന്നല്ല കളിക്കണം. ഇത് ഞങ്ങളുണ്ടാക്കിയ റൂളാ. ചേട്ടാ അത് വീഴ്ത്തു കേട്ടോ. അയ്യോ ഇത്രയും പ്രോ ആയിട്ട്. അടുത്ത ചേച്ചി. ഞങ്ങള് 4 പേര് മാറി മാറിക്കാ കളിക്കുന്നത്. ചേച്ചി അടിച്ചു കഴിഞ്ഞോ? ചേച്ചി അനു ഇപ്പൊ തകർക്കുന്ന പറയുന്നത്. നീ എന്താടി ഗോപിയൊക്കെ തൊട്ട് നടക്കണ? ഗോപി ഞാൻ തൂത്തോളം തരുന്നല്ലോ. അതാണ് പിന്നെ മൈനസ് മാത്രമേ. ചേച്ചി പ്രവായാണ്. ഭയങ്കര ആംഗ്ലിങ്ങും പരിപാടിയൊക്കെയാണ് എനിക്ക്. ഓ ഈ ഷോട്ട് കണ്ടോ? വീഴാൻ പോണെന്നറിയോ? ഇല്ല. വീഴാൻ പോണെന്നറിയോ? ഇല്ല. റെഡ്. ഏത് റെഡ്? കണ്ടോ? കൊറേ റെഡ് ഉണ്ടല്ലോ. അയ്യോ അപ്പൊ നമ്മുടെ കളിയെല്ലാം കഴിഞ്ഞിട്ടേ നമ്മളെല്ലാം ഒതുക്കി. ആരാ ചോദിച്ചേ? എനിക്ക് മൊത്തം 8 പോയിന്റ് ഉണ്ടായിരുന്നു. എന്നിട്ട് കള്ളിയാണ്. 8 എനിക്ക് അനുവിന് 6 പോയിന്റ് ഉണ്ടായിരുന്നു. അവള് മൈനസ് വെച്ച് ലാസ്റ്റ് എത്രയായി? 4 പോയിന്റാ? 2 പോയിന്റ്. ഒരു റെഡ് ഒരു മഞ്ഞ ഉണ്ടായിരുന്നു. ഇല്ല ഒരു റെഡ് ഒരു മഞ്ഞ ഉണ്ടായിരുന്നു. 3 പോയിന്റ് ഉണ്ടായിരുന്നു.
ഇപ്പൊ എല്ലാവരുടെയും കിട്ടും കേട്ടോ, പക്ഷെ അവളെല്ലാം എടുത്തോണ്ട് പോകും. അവളെല്ലാവരുടെ അടുത്തോണ്ടേ ആർക്ക് വേണ്ടാതിരിക്കുന്നതൊക്കെ ഞാൻ സൂക്ഷിച്ചു അവിടെ വെക്കും. ഇപ്പത്തെ സമയം 1 മണിയായി. ഞങ്ങൾ എല്ലാരും ആണെങ്കിൽ ഗെയിം കളിച്ച് പിന്നെ സിനിമ കണ്ട് പിന്നെ എന്താ ചെയ്ത് ഇപ്പൊ നമ്മള് ഫുഡ് കഴിച്ചു. എന്തൊക്കെയായിരുന്നു ഫുഡ് നമ്മൾ കഴിച്ചത്? നമ്മള് ബ്രെഡും മറ്റേ ഡക്കും കഴിച്ചു. ഡക്ക് ഇംഗ്ലീഷൊക്കെ പറയത്തുള്ളൂ, താറാവ്. പക്ഷെ ചേട്ടന്റെ താറാവ് രക്ഷയായിരുന്നു. ഇപ്പൊ കുറച്ചും കൂടി സെറ്റ് ആയത്. അപ്പം 2 ദിവസം നമ്മള് ഇന്നും ഇവിടെയായിരുന്നു, ഇന്നലെ ഇവിടെ കിടന്ന് ഇന്നും ഇവിടെ കിടക്കുന്നത് അല്ലേ അനുവേ? അനു ഏതാ ട്രിപ്പിലൊക്കെ പോയേക്കാ, ഏതോ അമ്മ വീട്ടിൽ പോയേക്കണ ഫീലാന്ന് അനുവിന്. കസിൻസ് ആയിട്ട് നിൽക്കുക. അപ്പം താങ്ക് യു ചേട്ടാ, ഞങ്ങളെ 2 ദിവസം ഹോസ്റ്റ് ചെയ്തതിന്. അതെ, അനുമോള് പാക്ക് ചെയ്ത് വെച്ചേക്ക ഡ്രസ് അല്ല. അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അപ്പൊ അതുവരേക്കും Bye.